ഖസീദത്തുൽ ബുർദ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന വലിയൊരു മുതൽക്കൂട്ടായിരിക്കും എന്നുള്ള ഉറപ്പാണ്. മഹാനായ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു അവിടുത്തെ ജീവിതത്തിൽ ഒരു രോഗം സംഭവിച്ചപ്പോൾ മാറിക്കിട്ടണമെന്ന നിയ്യത്തോടുകൂടെ രചിച്ചതായത് കൊണ്ടായിരിക്കണം, അത്രയും വേദന സഹിച്ച് ഇമാം ബൂസൂരി തങ്ങൾ രചിച്ചത് കൊണ്ടായിരിക്കണം ഖസീദത്തുൽ ബുർദ വേദനകൾക്ക് വലിയ മരുന്നാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകൾക്ക്, ഒരുപാട് മനുഷ്യർക്ക് മദീന കാണിച്ചു കൊടുത്ത ഖസീദത്തുൽ ബുർദ, ഒരുപാട് മുഅ്മിനീങ്ങൾക്ക് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുന്നാര പൂമുഖം കാണിച്ചു കൊടുത്ത ഖസീദത്തുൽ ബുർദ, ഒരുപാട് മുഅ്മിനീങ്ങൾക്ക് അവരുടെ രോഗങ്ങൾക്ക് മരുന്നായി മാറിയ ഖസീദത്തുൽ ബുർദ. ഖസീദത്തുൽ ബുർദ കൊണ്ടുണ്ടാകുന്ന അനുഭവങ്ങൾ അനവധിയാണ്. അപ്പൊ ഖസീദത്തുൽ ബുർദ മനസ്സറിഞ്ഞ് ജീവിതത്തിന്റെ ഭാഗമാക്കാൻ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബുർദ ചൊല്ലുന്ന ഒരു നാട്ടിൽ വർഷങ്ങളോളം ഇബ്ലീസ് കടക്കുകയില്ല എന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും. ഒരു നാട്ടിൽ ബുർദ ചൊല്ലുമ്പോൾ ആ ബുർദ ചൊല്ലുന്ന ഏരിയയിൽ മാത്രമല്ല, അതിൻ്റെ ചുറ്റുഭാഗങ്ങളിലുള്ള എല്ലാ നാടുകളിലേക്കും, എല്ലാ വീടുകളിലേക്കും, ഇവിടേക്ക് ജീവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മനുഷ്യരിലേക്കും ആ മദ്ഹിന്റെ അനുഗ്രഹങ്ങൾ എത്തിച്ചേരുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും. അത്രയും മഹത്വമുള്ള മദ്ഹാണ് ഖസീദത്തുൽ ബുർദ. ബുർദയുടെ വരിങ്ങനെ രോഗിയുടെ മുന്നിൽ കാണിച്ചു കൊടുത്ത കാരണത്താൽ പോലും രോഗങ്ങൾ ശിഫയായ അത്ഭുതങ്ങൾ ഖസീദത്തുൽ ബുർദക്ക് മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഒരു സദസ്സിൽ നമ്മൾ ബുർദ ചൊല്ലുന്ന സദസ്സിൽ നമ്മൾ പച്ചവെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ ബുർദ ചൊല്ലി കഴിയുന്നതോടുകൂടെ അത് രോഗങ്ങൾക്ക് ശിഫയുള്ള അത്ഭുത സിദ്ധിയുള്ള മരുന്നായി മാറുമെന്ന് മഹാന്മാർ